അപ്പം നമ്മുടെ സാന്റിയാഗോ ട്രിപ്പിൻ്റെ 4-ാം ദിവസം എന്ന് പറയുന്നത് നമ്മൾ കുറച്ചധികം സ്ഥലങ്ങളൊക്കെ കണ്ടു. അപ്പം മെയിനായിട്ട് നമ്മൾ പോകാൻ ഉദ്ദേശിച്ചത് ഒരു പാർക്കിലാണ്. അപ്പം ബൽബോവ പാർക്കിലാണ്. അപ്പോൾ പാർക്കിൽ ഇങ്ങനെ പ്രത്യേകിച്ച് കുറച്ച് നേരം നടന്നപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയാണ് സാന്റിയാഗോ സൂ എന്ന് മനസ്സിലായി. അപ്പോൾ ഇഷ്ടം പോലെ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്പോട്ടാണ്, ഇവിടുത്തെ ഒരു ഫേമസ് സൂ ആണ്. അപ്പം നമുക്കൊരു കൺഫ്യൂഷൻ, കാരണം സൂവിൽ പോയാൽ നമുക്കറിയാം കുറേ ഇങ്ങനെ ഏക്കർ കണക്കിന് കിടക്കുകയാണ്. അപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് പോയാൽ കുറേ സമയം കഴിയുമ്പോൾ നമുക്ക് ക്ഷീണിക്കും. അപ്പോൾ കയറണോ വേണ്ട എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്നാലും നമ്മൾ വിചാരിച്ചു അവിടം വരെ പോയതല്ലേ കയറാമെന്ന്. പക്ഷേ കയറി അത് എന്തായാലും വളരെ നന്നായി. കുഞ്ഞ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് അതൊക്കെ കാണുമ്പോഴത്തേക്കും നല്ലൊരു ഇൻട്രസ്റ്റ് ആണല്ലോ. നമ്മൾ കുറേ നേരം ഇങ്ങനെ നടന്നു കണ്ടു, നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ. പിന്നെ അവിടെ നിന്നൊരു ബസ് സർവീസ് ഉണ്ട്. അപ്പോൾ അവർ അതിലൊരു അരമണിക്കൂർ റൈഡിൽ നമ്മളെ ഇങ്ങനെ ആ ഒരു സൂവിൻ്റെ ഒരു 70% കാര്യങ്ങളൊക്കെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ആ ബസ്സിൽ ഇങ്ങനെ നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ അത് നല്ലൊരു പരിപാടിയാണ്, കാരണം നമ്മൾ നടന്ന് ക്ഷീണിക്കുമ്പോഴത്തേക്കും അത് എളുപ്പമാണ്. പിന്നെ നമ്മൾ പിന്നെയും അത് കഴിഞ്ഞിട്ടും കുറേ ഇങ്ങനെ നടന്നു കണ്ടു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് നടക്കാനുള്ള ഊർജ്ജത്തിന് വേണ്ടി കുറേ ഐസ്ക്രീം, പോപ്കോണ്, പിന്നെ ഉച്ചയ്ക്ക് അവിടെ നിന്ന് തന്നെ ബർഗറും ഫ്രൈസും ഒക്കെ വാങ്ങിച്ച് കഴിച്ചു. പിന്നെ ഈ ഒരു അട്രാക്ഷൻ നല്ലതായിരുന്നു. ഇങ്ങനെ കേബിൾ കാർ കൂടെ അതിൻ്റെ ടോപ്പിൽ പോകുമ്പോഴത്തേക്കും നമുക്കത് ഇരുന്നിട്ട് നല്ലൊരു വ്യൂ കിട്ടും. അപ്പോൾ ഇതൊക്കെ നമ്മൾ കുഞ്ഞിൻ്റെ കൂടെ എൻജോയ് ചെയ്യുമ്പം നല്ലൊരു മൊമെൻറ്റ്സ് ആണല്ലോ നമുക്ക്. പിന്നെ പിള്ളേർക്ക് അവിടെ പോയാൽ വരാൻ തോന്നത്തില്ല, അത്രയ്ക്കും കാര്യങ്ങൾ അവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കുറേ ആനിമൽസിൻ്റെ ഷേപ്പിൽ കയറി അത് കളിക്കാനും ഒക്കെ ആയിട്ട്. അപ്പം നമ്മളിങ്ങനെ ഓരോ സ്ഥലത്തു നിന്നും പിടിച്ചുകൊണ്ട് വരുമായിരുന്നു, കുഞ്ഞു വരുന്നില്ല. അപ്പോൾ അത്രയ്ക്കും കണ്ടു നടക്കാനുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ട്. പിന്നെ ഇങ്ങനെ ബട്ടർഫ്ലൈ പാർക്ക്. അപ്പോൾ ഇതെല്ലാം നമുക്കും ഇങ്ങനെ ഇത്രയും അടുത്ത് കണ്ടപ്പോഴത്തേക്കും നമുക്കും അവിടെ പോയത് എന്തായാലും വർത്തായെന്ന് തോന്നി. അപ്പം നല്ലൊരു ട്രിപ്പായിരുന്നു. പിന്നെ 6 മണി വരെയായിരുന്നു എൻ്റെ ക്ലോസിങ് ടൈം. നമ്മളെന്തായാലും 5:30 വരെ നിന്ന് കാണാനുണ്ട്. ഇനി എന്തെങ്കിലുമൊക്കെ മിസ്സായിട്ടുണ്ടാകണം, അത്രയ്ക്കും വലിയ പാർക്കാണ്. പിന്നെ രാത്രിയിൽ അടുത്തുള്ള ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡൊക്കെ കഴിച്ചു. അന്നത്തെ ദിവസം അവിടെ തീരുകയാണ്.